നമസ്കാരം. 1202 ചിങ്ങമാസം 1 മുതൽ 1202 കർക്കിടകം 31, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള ഒരു വർഷക്കാലത്തെ 12 രാശിയിലെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ. മകരം രാശിയിൽപ്പെട്ട ഉത്രാടം 3-ാം പാദവും തിരുവോണവും അവിട്ടവും ആദ്യ 1-2 പാദക്കാർക്ക് വ്യാഴം നിങ്ങൾക്ക് 7-ഉം 8-ഉം ഭാവത്തിലും, ശനി 3-4 ഭാവത്തിലും, രാഹു 2-ലും ലഗ്നത്തിലും ഗോചരം ചെയ്യുന്ന അനുകൂലമായിട്ടുള്ള ഒരു കാലം തന്നെയാണ്. കർമ്മരംഗത്ത് തടസ്സവും താമസവും ഒക്കെ വന്നുപെടാം. വിശ്വസ്തരായ സുഹൃത്തുക്കളിലൂടെയും ബന്ധുജനങ്ങളിലൂടെയും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നതാണ്. ചതി, വഞ്ചന ഇവയിലൊക്കെ അകപ്പെടാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കാം. പെട്ടെന്ന് വിവാഹം നടക്കാനൊക്കെ, ഇതുവരെ വിവാഹാലോചനകളൊക്കെ നടന്നിട്ടൊന്നും നടക്കാതിരുന്നവർക്ക് പെട്ടെന്നുള്ള തീരുമാനം കൊണ്ട് വിവാഹം നടക്കാനൊക്കെ സാധ്യതയുണ്ട്. തിടുക്കപ്പെട്ടുള്ള വിവാഹം നടക്കാനൊക്കെ യോഗം കാണുന്നു. ശത്രുക്കളിൽ നിന്നുള്ള ശല്യം കുറയുന്നതാണ്. സർക്കാരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. ടാക്സ് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിജയവും അതുപോലെ തന്നെ അംഗീകാരവും പ്രശസ്തിയും ഒക്കെ വന്നുപെടാം. അധികാരപ്രാപ്തി രാഷ്ട്രീയക്കാർക്ക് ധാരാളമായിട്ട് ലഭിക്കുന്നതാണ്. വർഷാവസാനം നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങളിൽ ഇടപെട്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാം. 1-2 വരുമാനങ്ങൾ ഉണ്ടാക്കുന്ന മാർഗങ്ങളൊക്കെ തുടങ്ങി അതിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. കാര്യങ്ങൾക്ക് വിജയവും സൗഭാഗ്യയോഗവും ഉന്നത സ്ഥാനവും ഒക്കെ ലഭിക്കുന്ന ഒരു വർഷമാണ്. മകരം രാശിക്കാർക്ക് ഈ 2026 ഓഗസ്റ്റ് മുതൽ 2027 ഓഗസ്റ്റ് 31 വരെയുള്ള ഈ ഒരു വർഷക്കാലത്തെ 12 മാസക്കാലത്തെ ചിങ്ങമാസ ഫലത്തിൽ ഉള്ളത് മകരം രാശിക്കാർക്ക്. കൂടുതൽ ഗുണാനുഭവങ്ങൾക്കായിട്ട് നിങ്ങൾ വ്യാഴാഴ്ച ദിവസവും ബുധനാഴ്ച ദിവസവും മഹാവിഷ്ണുവിന് ക്ഷേത്ര ദർശനം നടത്തുക. ബുധനാഴ്ചയാണ് സാധിക്കുന്നതെങ്കിൽ ബുധനാഴ്ച, കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സമയം ചിലപ്പോൾ വ്യാഴാഴ്ച സാധിക്കുന്നതിന് ബുധനോ വ്യാഴോ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത്, രാവിലെ പറ്റുന്നില്ലെങ്കിൽ വൈകുന്നേരങ്ങളിലെങ്കിലും പോയിട്ട് ക്ഷേത്ര ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ ചെയ്യുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ഞായറാഴ്ച ദിവസം ആദിത്യ പൂജ, ആദിത്യ സ്തോത്ര ജപം ഇതൊക്കെ നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് ഉത്തമമാണ്.